വാർത്തയിലേക്ക്. ചാന്ദിപ്പുരയിലുണ്ടായ വൈറസ് ബാധയിൽ ഗുജറാത്തിൽ മരണം 8ആയി. 15 പേർ ചികിത്സയിൽ. ഗുജറാത്തിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സ്വാതി ചേരുകയാണ്. സ്വാതി, ഇത് രാജ്യത്ത് ആദ്യമായാണ് ഇത്തരത്തിലൊരു വൈറസ് റിപ്പോർട്ട് ചെയ്തത്. എന്താണ് ഈ വൈറസിന്റെ പ്രത്യേകതകൾ? എങ്ങനെയാണ് ഇത് ഗുരുതരമാകുന്നത്? എന്തെങ്കിലും വിവരങ്ങൾ ആരോഗ്യ വകുപ്പ്, ആരോഗ്യ മന്ത്രാലയം നൽകുന്നുണ്ടോ? സിജു സൂചിപ്പിച്ച പോലെ തന്നെ ഗുജറാത്തിൽ ചന്ദിപുര എന്ന വൈറസ് ഒരു അപൂർവ വൈറസായാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. കുട്ടികളിലാണ് ഈ വൈറസ് ബാധ ഉണ്ടാകുന്നത് എന്നാണ്. മൊത്തം 15 പേരെയാണ് ഈ വൈറസ് ബാധയുമായി ബന്ധപ്പെട്ട ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുള്ളത്. ഇതിൽ 8 കുഞ്ഞുങ്ങൾ മരണപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി കാണേണ്ടത്. രോഗം ബാധിച്ചിട്ടുള്ളത് സബർകാന്ത, ആരവല്ലി, മഹിസാഗർ, ഖേദ, മെഹ്സാന തുടങ്ങിയ ഗുജറാത്തിലെ ജില്ലകളിലാണ് ഈ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല അയൽ സംസ്ഥാനങ്ങളായ രാജസ്ഥാനിലും മഹാരാഷ്ട്രയിൽ നിന്നുള്ള 2 പേർ കൂടി ഇപ്പോൾ ചികിത്സയിൽ തുടരുന്ന സാഹചര്യമുണ്ട്. എന്തായാലും ഇത് ഒരു അപൂർവ വൈറസായി തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. പ്രത്യേകിച്ചും മസ്തിഷ്ക രോഗത്തെയും നാഡീവ്യൂഹത്തെയുമാണ് ഇത് ബാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ അടിയന്തരമായി ചികിത്സ തേടിയില്ലെങ്കിൽ ഇത് മരണത്തിലേക്ക് പോകുമെന്നുള്ളത് തന്നെയാണ്. ഇത് പ്രധാനമായും ഈ പേവിഷബാധ അടക്കമുള്ള വൈറസുകൾ ഈ ഒരു ഗണത്തിൽപ്പെടുന്ന വൈറസ് തന്നെയാണ് ചന്ദിപുര വൈറസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രഹരശേഷി എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത് ഇത് സാധാരണയായി കൊതുകുകളിലൂടെയാണ് പകരുന്നത്. കൊതുകുകളിലെ ജീവികളിൽ ഉമിനീർ ഗ്രന്ഥിയിലാണ് ഇത് ഉണ്ടാവുക. ഇത് നേരെ മനുഷ്യരിലേക്കും മറ്റും വളർത്തു മൃഗങ്ങളിലേക്കും പകരാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഡോക്ടർമാർ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ ചന്ദിപുര വൈറസിനെ കുറിച്ച് കൂടുതൽ പഠിക്കുവാനും മുൻകരുതലുകൾ സ്വീകരിക്കുവാനും പ്രത്യേക സംഘത്തെ ഇപ്പോൾ നിയോഗിച്ചതായാണ് ആരോഗ്യമന്ത്രി അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ മരണസാധ്യത ഈ വൈറസിന് വളരെ കൂടുതലാണ് എന്നും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ചികിത്സ ലഭ്യമാക്കേണ്ടതിന്റെ ആവശ്യകതയും ഒക്കെയും കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകളിലും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും അടക്കം ഏകോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ സജീവമായിക്കൊണ്ടിരിക്കുന്നത്. മറ്റ് ആളുകളിലേക്ക് ഇത് പകരുന്നത് പരമാവധി കുറയ്ക്കുവാനുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ ആരോഗ്യ സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സിജു, സ്വാതി, ഇപ്പോൾ ഈ മൊത്തം 23 പേർക്ക് രോഗം ബാധിച്ചതിൽ 8 പേർ മരിച്ചു. അത് 15 പേർ ചികിത്സയിലാണെന്നുള്ള വിവരങ്ങളാണ് നമുക്കിപ്പോൾ ലഭിക്കുകയും ചെയ്യുന്നത്. അതായത് മരണനിരക്ക് വളരെ കൂടുതലാണ് എന്നുള്ളതാണ്. ഈ ഗുജറാത്തിലെ ആരോഗ്യ സംവിധാനങ്ങൾ പര്യാപ്തമാണോ നിലവിൽ ഈ വൈറസിനെ നേരിടാൻ? സിജു സൂചിപ്പിച്ച പോലെ തന്നെ ആരോഗ്യ സംവിധാനങ്ങളുടെ കാര്യത്തിൽ വലിയ ആശങ്ക ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ സബർകാന്തയിലെ ഹിമത് നഗറിലെ സിവിൽ ആശുപത്രിയിലാണ് ആദ്യത്തെ 4 കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ കൂടുതൽ സ്ഥിരീകരണങ്ങൾ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. സ്ഥിരീകരിക്കാനായി രോഗികളുടെ രക്തസാമ്പിളുകളടക്കം പൂനെ ആസ്ഥാനമായുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിലേക്ക് അയച്ചിരിക്കുകയാണ്. ഇതിന്റെ പ്രധാന ലക്ഷണമായി ചൂണ്ടിക്കാണിക്കുന്നത് പനിയും മസ്തിഷ്ക ജ്വരം അടക്കമുള്ള കാര്യങ്ങളാണ്. കൊതുകുകൾ, ഈച്ചകൾ വഴിയാണ് ഈ രോഗം പകരുന്നത്. അതുകൊണ്ട് തന്നെ ഈ വ്യാപനശേഷി വളരെ കൂടുതലാണ് എന്നുള്ളതും പ്രാഥമികമായി മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് എന്തായാലും വലിയ തരത്തിലുള്ള സജ്ജീകരണങ്ങൾ നേരത്തെ സ്വാതി പറഞ്ഞതനുസരിച്ച് അയൽ സംസ്ഥാനങ്ങളായ രാജസ്ഥാനിലടക്കം ഈ രോഗം ബാധിച്ചതായ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. വലിയ തരത്തിലുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശം കേന്ദ്ര സർക്കാർ തന്നെ പുറത്തിറക്കിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. തീർച്ചയായും സിജു, ഈ അയൽ സംസ്ഥാനങ്ങളായ രാജസ്ഥാനിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നുള്ള 2 പേർ ഈ ഗുജറാത്തിൽ തന്നെയാണ് ചികിത്സ തേടിയിട്ടുള്ളത് എന്നാണ്. അതിൽ രാജസ്ഥാൻ സ്വദേശി കഴിഞ്ഞ ദിവസം മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. സബർകാന്ത ജില്ലയിൽ നിന്നുള്ള 2ഉം ആരവല്ലിയിൽ നിന്ന് 3ഉം മഹിസാഗർ, രാജ്കോട്ട ജില്ലകളിൽ നിന്ന് ഒരാൾ വീതം ഇപ്പോൾ സംസ്ഥാനത്ത് വൈറസ് ബാധയുമായി ബന്ധപ്പെട്ട ചികിത്സ തുടരുകയാണ്. അവരുടെ സാഹചര്യം വളരെ മോശമാണ് എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെയും പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വലിയ ക്രമീകരണങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുകൂടി ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. ആരോഗ്യ കേന്ദ്രങ്ങളും മറ്റ് ഹെൽത്ത് സെന്ററുകളിലും പ്രാഥമിക കമ്മ്യൂണിറ്റി സെന്ററുകളടക്കം വലിയ തരത്തിൽ ഏകോപിച്ചുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനങ്ങൾ സജീവമാക്കാനുള്ള തീരുമാനമാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ എടുത്തിട്ടുള്ളത്. സ്വാതിയാണ് വിവരങ്ങൾ നൽകിയത്. ഗുജറാത്തിലെ ചന്ദിപുരയിൽ ഉണ്ടായ വൈറസ് ബാധയിൽ 8 മരണം, 15 പേർ ചികിത്സയിലാണ്. വിവരങ്ങളാണ് സ്വാതി സന്തോഷ് നൽകിയത്.